ഒമ്പതാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ തേർഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ദ സാഗ ഓഫ് ദി ടിഫിൻ ക്യാരിയേഴ്സ്. സാഗ എന്ന് പറഞ്ഞാൽ എപ്പിക് അല്ലെങ്കിൽ വീരചരിത്രം, പുരാണ കഥകൾ എന്നൊക്കെ പറയാം. ഇവിടെ ടിഫിൻ ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സ് ആണ് ബോംബെയിലെ. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ഒരു വിവരണമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അബൌട്ട് ദ ഓതേഴ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. Hugh and Colleen Canster are a renowned Indian couple known for their extensive travel writing, photography, and contributions to the world of travel and tourism. ഹ്യൂ ആൻഡ് കൊളീൻ ക്യാൻസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രശസ്തരായ ദമ്പതികളാണ്. അവർ അറിയപ്പെടുന്നത് അവരുടെ ട്രാവൽ റൈറ്റിംഗ്, യാത്രാ വിവരണങ്ങളുടെ പേരിലും ഫോട്ടോഗ്രാഫിയിലും അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസത്തിന് അവർ നൽകിയ സംഭാവനകളുടെ പേരിലുമാണ്. റെനൗണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രശസ്തരായ എന്നാണ്. ദേ ഹാവ് സ്പെൻഡ് ഇയേഴ്സ് എക്സ്പ്ലോറിംഗ് ദ കൺട്രി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സ് കൾച്ചേഴ്സ്. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വൈവിധ്യം നിറഞ്ഞ, അതായത് വ്യത്യസ്ത തരത്തിലുള്ള. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള കൾച്ചറുകൾ സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ധാരാളം യാത്രാ വിവരണങ്ങൾ എഴുതിയ രണ്ടുപേരാണിവർ. ദർ ആർട്ടിക്കിൾസ് ഹാവ് അപ്പിയേർഡ് ഇൻ വേരിയസ് പബ്ലിക്കേഷൻസ് ബോത്ത് ഇന്ത്യ ആൻഡ് എബ്രോഡ്. അപ്പം ഇന്ത്യക്കകത്തും എബ്രോഡ് എന്താ വിദേശത്തും ധാരാളം ലേഖനങ്ങൾ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ഓതേർഡ് സെവറൽ ബുക്സ് ഇൻക്ലൂഡിംഗ് ട്രാവൽ ഗൈഡ്സ് ആൻഡ് ട്രാവലോഗ്സ്. Their photographs accompany their travel articles and books, providing readers with a visual journey through the destination they explore. ഇവർ ധാരാളം ട്രാവൽ ഗൈഡ്സ് എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫിയിലും വളരെ താല്പര്യമുള്ളവരായതുകൊണ്ട് തന്നെ ഇവരുടെ ബുക്കുകളിൽ ധാരാളം ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അപ്പോൾ ഒരു യാത്രാ വിവരണം വായിക്കുമ്പോൾ നമുക്ക് ആ സ്ഥലത്ത് പോയ ഒരു അനുഭവം ഈ ഫോട്ടോഗ്രാഫിലൂടെ നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ദ സാഗ ഓഫ് ദി ടിഫിൻ ക്യാരിയേഴ്സ്. ദേ ആർ യുണീക്ക് ടു മുംബൈ. യുണീക്ക് എന്ന് പറഞ്ഞാൽ അതുല്യമായ അല്ലെങ്കിൽ സമാനതകളില്ലാത്ത, വളരെ സ്പെഷ്യാലിറ്റി ഉള്ള എന്നൊക്കെയാണ് അർത്ഥം. ദേ ആർ യുണീക്ക് ടു മുംബൈ എന്ന് പറഞ്ഞാൽ മുംബൈയിലെ ഈ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതുല്യമായ ഒരു വർക്കേഴ്സാണ്. നോ അതർ സിറ്റി ഇൻ ദി വേൾഡ് ഹാസ് ദം because no other city has the special characteristics of this booming, bustling, big apple of India. ലോകത്തിലെ മറ്റൊരു സിറ്റിയിലും നമുക്ക് ഈ ഡബാവാലാസിനെ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ വളരെ തിരക്കു പിടിച്ച, ബൂമിങ് ആൻഡ് ബസ്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ തിക്കും തിരക്കും പിടിച്ച ഈ ബോംബെ പട്ടണം ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സിനെ നമുക്ക് മറ്റൊരു പട്ടണത്തിലും കാണാൻ കഴിയില്ല. ബിഗ് ആപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ബോംബെയെ ഇവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയെ ബിഗ് ആപ്പിൾ എന്നൊരു നിക് നെയിമിൽ വിളിക്കാറുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഒരു ബിഗ് ആപ്പിളായിട്ടാണ് ബോംബെയെ കാണുന്നത്. ഫോർ വൺ തിങ്, സ്കൈ റോക്കറ്റിംഗ് ലാൻഡ് പ്രൈസസ് മേക്ക് ഇറ്റ് വിർച്വലി ഇമ്പോസിബിൾ ഫോർ ദി ആവറേജ് എംപ്ലോയി ടു ലീവ് നിയർ ദെയർ പ്ലേസ് ഓഫ് വർക്ക് എനിവെയർ ഇൻ മുംബൈ. മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, ഫോർ വൺ തിങ്, സ്കൈ റോക്കറ്റിംഗ് ലാൻഡ് പ്രൈസസ്, അതായത് റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന സ്ഥലവിലയുള്ള ഒരു സ്ഥലമാണ് ബോംബെ. കാരണം ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസുകളുണ്ട്. അത്രയേറെ തിരക്ക് പിടിച്ച ഈ നഗരത്തിൽ സ്ഥലവില വളരെ പെട്ടെന്ന് ഉയരും. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഇറ്റ് വിർച്വലി ഇമ്പോസിബിൾ ഫോർ ദ ആവറേജ് എംപ്ലോയി. വിർച്വലി ഇവിടെ അർത്ഥം ഓൾമോസ്റ്റ് എന്നാണ്, ഏകദേശം. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ അസാധ്യം. അതായത് ഒരു ജോലിക്കാരന്, ആവറേജ് ശരാശരി ഒരു ജോലിക്കാരന് തൻ്റെ ജോലി സ്ഥലത്തിനടുത്ത് താമസിക്കാൻ ബോംബെയിൽ സാധിക്കില്ല. കാരണം ചിലപ്പോൾ ജോലി ചെയ്യുന്നതിനടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം വാടക നിറഞ്ഞതായിരിക്കും. അപ്പോൾ ദൂരേക്ക് ട്രാവൽ ചെയ്തവർ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ശരാശരി ജോലിക്കാരന് തൻ്റെ താമസ സ്ഥലത്ത് നിന്നും വളരെ അകലത്തിൽ പോയി ജോലി ചെയ്യേണ്ടതായി വരും. മോറോവർ, മുംബൈ ഈസ് എ ഗ്രേറ്റ് മാഗ്നറ്റ്. ഇതുകൂടാതെ മുംബൈ എന്ന് പറയുന്നത് വളരെ ആകർഷണ ശക്തിയുള്ള ഒരു നഗരമാണ്. ഇറ്റ് ഡ്രോസ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഇത് എല്ലായിടത്തുമുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. ഈച്ച് വിത്ത് ദെയർ ഓൺ ഡയറ്ററി ഫോയിബിൾസ് ആൻഡ് ടാബൂസ്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകതരം ഡയറ്ററി ഫോയിബിൾസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ ദൗർബല്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രത്യേക ഭക്ഷണശീലങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ചിലർക്ക് എരിവ് ഇഷ്ടമില്ല, ചിലർക്ക് മധുരം ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെ ചിലർക്ക് പുളി വേണ്ട, അങ്ങനെയുള്ള പല പല വീക്ക്നെസ്സുകൾ ഇവർക്കുണ്ടാവാം. ബിസൈഡ്സ്,
ആസ് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ മുംബൈ സോട്ട്. അതുകൂടാതെ മുംബൈയിലെ ജീവിത ചെലവും വളരെ കൂടുതലാണ്. സോഡ് എന്ന് പറഞ്ഞാൽ ഹൈ അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുക, അതായത് വളരെ കുതിച്ചുയരുന്ന എന്നൊരർത്ഥമാണ്. ഇറ്റ് ബിക്കം ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് വൺസ് മീൽ ഫ്രം ഡൗൺ ടൗൺ ഈറ്ററീസ്. അപ്പോൾ ജീവിത ചെലവ് വളരെ കൂടുതലാണ് ബോംബെ. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ജോലിക്കാരന് തൻ്റെ ആഹാരം ആ നഗരമധ്യത്തിലെ കടകളിൽ നിന്ന് കഴിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഡൗൺ ടൗൺ എന്ന് പറയുന്ന നഗര കേന്ദ്രം അല്ലെങ്കിൽ നഗരമധ്യം എന്നൊക്കെ പറയാം. അപ്പോൾ ആ നഗരത്തിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരു ആവറേജ് എംപ്ലോയിക്ക് തൻ്റെ ജോലി സ്ഥലത്തിനോട് ചേർന്ന് താമസിക്കാൻ കഴിയില്ല, കാരണം സ്ഥലവില വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ജോലിക്കാരന് തൻ്റെ ആഹാരം ആ നഗരമധ്യത്തിൽ നിന്ന് ഒരു വലിയ കടയിൽ നിന്നൊന്നും കഴിക്കാൻ സാധിക്കില്ല, കാരണം ജീവിത ചെലവും വളരെ കൂടുതലുള്ളൊരു നഗരമാണ് ബോംബെ. ആൻഡ് സിൻസ് വി ഇന്ത്യൻസ് ഹാവ് നോട്ട് യെറ്റ് ടേക്കൺ ടു സാൻഡ്വിച്ചസ്. സിൻസ് വി ഇന്ത്യൻസ്, അപ്പോൾ ഇവർ ഇന്ത്യൻ കപ്പിൾസ് ആണ് ഈ എഴുത്തുകാർ. അതുകൊണ്ട് തന്നെ അവർ പറയുകയാണ്, നമ്മൾ ഇന്ത്യക്കാർക്ക് സാൻഡ്വിച്ചുകളൊന്നും കൊണ്ടുപോയി കഴിക്കുന്ന ശീലം ഇല്ല. സാലഡ്സ് ആൻഡ് കോൾഡ് കട്ട്സ്. കോൾഡ് കട്ട്സ് എന്ന് പറഞ്ഞാൽ തണുത്ത മത്സ്യമാംസങ്ങളാണ് കോൾഡ് കട്ട്സ്. ഓർ ഈവൻ കോൾഡ് ഫുഡ് ഇൻ ജനറൽ. അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങളൊന്നും നമുക്ക് കഴിക്കുന്ന പതിവ് പൊതുവേ ഇല്ല. ദ ഗ്രേറ്റ് ആർമി ഓഫ് മുംബൈ വർക്കേഴ്സ് ആർ ലെഫ്റ്റ് വിത്ത് ജസ്റ്റ് ടു ഓപ്ഷൻസ്. അപ്പോൾ തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്ന പതിവ് ഇന്ത്യക്കാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അല്ലെങ്കിൽ മുംബൈയിലെ ഈ ജോലിക്കാർക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർവ് ഓൾ ത്രൂ ദ വർക്കിംഗ് ഡേ. ഒന്നുകിൽ ആ ജോലി ചെയ്യുന്ന സമയം മുഴുവൻ പട്ടിണി ഇരിക്കുക, സ്റ്റാർവ് എന്ന് പറഞ്ഞാൽ പട്ടിണി ഇരിക്കുക. ഓർ ഡ്രീം ഓഫ് ഹാവിങ് സംവൺ ഡെലിവർ യുവർ ഹോട്ട് ഹോം കുക്ക്ഡ് മീൽ ടു യുവർ ഓഫീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ചൂട് നിറഞ്ഞ വീട്ടിലുണ്ടാക്കിയ ആഹാരം ആരെങ്കിലും ഓഫീസിൽ കൊണ്ടുതരും എന്ന് സ്വപ്നം കാണുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ പട്ടിണി ഇരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ആഹാരം കൊണ്ടുതരുമെന്ന് സ്വപ്നം കാണുക. ആൻ ഇമ്പോസിബിൾ ഡ്രീം. പക്ഷെ അതൊരു അസാധ്യമായ സ്വപ്നമല്ലേ? ബട്ട് ദെൻ മുംബൈ ഈസ് എ സിറ്റി വെയർ മെനി ഇമ്പോസിബിൾ ഡ്രീംസ് ഹാവ് ബിക്കം റിയാലിറ്റി ആസ് ദിസ് വൺ ഡിഡ്. പക്ഷേ മുംബൈ നഗരം വളരെയധികം അസാധ്യമായ സ്വപ്നങ്ങൾ സാധിച്ചു തരുന്ന ഒരു നഗരമാണ്. അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണ കാര്യവും. അതായത് നമ്മുടെ ആ സ്വപ്നം ഫലിക്കും. ഏത്? വീട്ടിലുണ്ടാക്കുന്ന ചൂടേറിയ ആഹാരം ഒരാൾ നിങ്ങളുടെ ഓഫീസിൽ എത്തിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ആ സ്വപ്നം സാധിച്ചു തരുന്ന ഒരു നഗരമാണ് ബോംബെ. എൻ്റർ ദ ഡാബാവാലാസ്. ഈ സ്ഥലത്തേക്കാണ് ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സ് വരുന്നത്. As former Mumbaikars, we had seen these food couriers hustle on board our commuter trains. As former Mumbaikars, അതായത് മുംബൈക്കാർ എന്നുള്ള അർത്ഥമാണ്. ആസ് വി മലയാളീസ് എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ മുംബൈക്കാരായതുകൊണ്ട് തന്നെ ഈ ഫുഡ് കാരിയേഴ്സ് ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വി ഹാഡ് സീൻ ദീസ് ഫുഡ് കൊറിയേഴ്സ് ഹസിൽ എന്ന് പറഞ്ഞാൽ പുഷ്, തള്ളുക അല്ലെങ്കിൽ ധൃതിയിൽ എന്നൊരർത്ഥമാണ്. ഓൺ ബോർഡ് അവർ കമ്മ്യൂട്ടർ ട്രെയിൻസ്. കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഡെയിലി ഇങ്ങനെ പോയി വരാനായിട്ട് നഗരത്തിൽ കൂടിയുള്ള ട്രെയിൻസ് ഉണ്ട്, സ്ഥിരം ജോലിക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന. അപ്പം അങ്ങനെയുള്ള ട്രെയിനുകളിൽ വളരെ ധൃതി പിടിച്ച് തള്ളിക്കയറുന്ന ഇവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. റഷ് ഓഫ് അറ്റ് ദ ട്രെയിൻ ടെർമിനസ്. ആൻഡ് ട്രോട്ട് എന്ന് പറഞ്ഞാൽ റൺ വിത്ത് ഷോർട്ടർ സ്റ്റെപ്സ്, അതായത് ചെറുതായിട്ട് ഓടി 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 പോകുന്ന. ആൻഡ് ട്രോട്ട് ത്രൂ ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ തിരക്ക് നിറഞ്ഞ. ക്രൗഡഡ് ട്രോട്ട്സ് ക്യാരിങ് കൊഫീൻ സൈസ്ഡ് ക്രേറ്റ്സ്. കൊഫീൻ എന്ന് പറയുന്ന ഒരു മഞ്ചം അല്ലെങ്കിൽ ശവത്തിൽ ഉപയോഗിക്കുന്ന ഒരു തുണി, അതൊക്കെയാണ് കൊഫീൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സൈസിലുള്ള ട്രേകളും പിടിച്ച് ഇവർ പോകുന്നത് കണ്ടിട്ടുണ്ട്. കൊഫീൻ സൈസ്ഡ് ക്രേറ്റ്സ് ലേഡൻ വിത്ത് ലഞ്ചസ്. ലേഡൻ എന്ന് പറഞ്ഞാൽ ആ ട്രേയിൽ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ്. They were as much as a part of the Mumbai scene as the black cabs with yellow tops. മുംബൈയിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് ബ്ലാക്ക് ക്യാബ്സ് വിത്ത് യെല്ലോ ടോപ്സ്. അതായത് കറുത്ത കളറുള്ള കാറിൻ്റെ മുകളിൽ മഞ്ഞ മേൽമൂടി. അത് ആ പടത്തിൽ തന്നെയുണ്ട്, പേജ് നമ്പർ 78 തന്നിട്ടുണ്ട് ആ കാറിൻ്റെ പടം. അത് മുംബൈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെയുള്ളൊരു സീനാണ് ഈ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സും.
അതായത് ഇവ രണ്ടും നമുക്ക് എപ്പോഴും ബോംബെയിൽ കാണാനാവും. In the year 1890, an old Parsi lady in the suburb of Dadar spoke to Mahadu Iwaji Bachcha. 1890 ഒരു പാഴ്സി ലേഡി, പാഴ്സി എന്ന് പറയുന്ന അവിടുത്തെ ഒരു വിഭാഗമാണ്, ഒരു ജനവിഭാഗമാണ്, ഒരു മതം പോലെ അങ്ങനെ ഒരു ജനവിഭാഗമാണ് പാഴ്സി. അപ്പോൾ ആ ഒരു പാഴ്സി ലേഡി ഒരു ദാദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളോട് സംസാരിച്ചു. ആരോടാണ്? മഹാഡു ഇവാജി ബെച്ച. She wanted him to help her to get a tiffin carrier across to her husband, who worked in the commercial heart of Bombay, as the city was called then. അപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തോട് സംസാരിച്ചത് അവർക്കൊരു ഹെൽപ്പ് വേണം. അവരുടെ ഭർത്താവ് വീട്ടിൽ നിന്നും വളരെ അകലെ നഗരത്തിൽ ഒരു വ്യവസായശാലയിൽ ജോലി ചെയ്യുന്നു. ഒരു കൊമേഴ്സ്യൽ ഹാർട്ട് ഓഫ് മുംബൈ എന്ന് പറഞ്ഞാൽ ഇത് വ്യവസായങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്ത്, ധാരാളം വാണിജ്യ കേന്ദ്രങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ ആ ഹസ്ബൻഡിന് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ആഹാരം കൊണ്ട് കൊടുക്കാൻ ഈ മഹാഡു ഇവാജി ബെച്ച അവരെ സഹായിക്കണമെന്നാണ് ആ സ്ത്രീ ആവശ്യപ്പെട്ടത്. ദാറ്റ് വാസ് ദ സ്റ്റാർട്ട് ഓഫ് ദ ധാബാവാലാസ്. ഇതായിരുന്നു ഈ ധാബാവാലാസിൻ്റെ ആദ്യ തുടക്കം. അപ്പോൾ ആ സ്ത്രീയുടെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചു കാണും. അദ്ദേഹം ആഹാരം കൊണ്ട് കൊടുത്തു തുടങ്ങി. അപ്പോൾ അതിൽ നിന്നാണ് ഈ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സ് എന്ന ആശയം ഉടലെടുത്തത്. ഫ്രം ദെൻ ഹംബിൾ ബിഗിനിങ്. ഹംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറിയ ഒരു വിനയം എന്നൊരു അർത്ഥമാണ് അതിന് ശരിക്കും. അപ്പോൾ ഇവിടെ വളരെ ചെറിയൊരു തുടക്കമായിരുന്നു, അല്ലെങ്കിൽ ലളിതമായ ഒരു തുടക്കമായിരുന്നു. ദിസ് സെൽഫ് മെയ്ഡ് ഇന്ത്യൻ ഓർഗനൈസേഷൻ has grown into a huge network whose incredible efficiency has won the admiration of international business schools and even the Prince, now King Charles of England. ഈ ഒരു ലളിതമായ തുടക്കത്തിൽ നിന്ന് ഇത് പിന്നീട് വളർന്ന് വലിയൊരു നെറ്റ്വർക്കായി മാറി. ഇൻക്രെഡിബിൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? വിലമതിക്കാനാവാത്ത ഇവരുടെ ആ കാര്യക്ഷമത. എഫിഷ്യൻസി എന്നാൽ കാര്യക്ഷമത. ആ കാര്യക്ഷമത ലോകത്തിലെ വലിയ വലിയ ബിസിനസ് സ്കൂളുകളുടെ പോലും ആദരവ് പിടിച്ചുപറ്റി. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് രാജാവിൻ്റെ ഒരു ആദരവ് പോലും ഇവർക്ക് ലഭിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹവും ഇവരെ അംഗീകരിച്ചു. അപ്പോൾ വളരെ ലളിതമായ ആ തുടക്കം 1890 അതിൽ നിന്ന് ഇപ്പോൾ വലിയ ബിസിനസ് സ്കൂളുകൾ പോലും അംഗീകരിക്കുന്ന നിലയിലേക്ക് ഈ ഓർഗനൈസേഷൻ വളർന്നു. On a humid day in March, with the crash of the carrier-laden crates, called trays, being deposited on the pavement, the clang of tiffin carriers being sought out office-wise, and the announcements from the railway station, we spoke to the president and the members of the Mumbai Tiffin Box Suppliers Association. അപ്പം മാർച്ചിലെ വളരെ ചൂട് നിറഞ്ഞ ഒരു ദിവസം, അതുപോലെ ദ ക്രാഷ് ഓഫ് കാരിയർ ലാഡൻ ക്രേറ്റ്സ് കോൾഡ് ട്രേ. അപ്പം അവിടെ വളരെയധികം തിക്കും തിരക്കുമാണ്. മാർച്ച് മാസത്തിലെ ഒരു ചൂടുള്ള ദിവസമാണ്. അന്ന് ഈ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സ് എല്ലാം തങ്ങളുടെ ട്രേയുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടപ്പാതകളിലൂടെ പോകുന്നു. ദ ക്ലാങ് ഓഫ് ടിഫിൻ കാരിയേഴ്സ് ബീയിങ് സോട്ട് ഔട്ട് ഓഫീസ് വൈസ് ആൻഡ് ദ അനൗൺസ്മെൻറ്റ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ക്ലാങ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ കൂട്ടിമുട്ടുന്നൊരു ശബ്ദമാണ്. അപ്പോൾ അവിടെ ടിഫിൻ ക്യാരിയേഴ്സിൻ്റെ ആ ഒരു ശബ്ദമുണ്ട്. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അനൗൺസ്മെൻ്റ് ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഈ ടിഫിൻ ക്യാരിയേഴ്സിൻ്റെ അസോസിയേഷൻ പ്രസിഡൻറ്റും അവരുടെ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ലേഖകർ, ഈ ഇന്ത്യൻ കപ്പിൾ ഈ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനോടും മെമ്പേഴ്സിനോടും സംസാരിക്കുകയാണ്. ഹൗ മെനി ഡാബാവാലാസ് ആർ ദെയർ ടുഡേ? എന്താണ് ചോദിച്ചത്? എത്ര ഡാബാവാലാസ്, എത്ര ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സ് ഇപ്പോൾ ഉണ്ട്? 3500 പ്ലൈയിങ് ദ വെസ്റ്റേൺ റെയിൽവേ. പ്ലൈയിങ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് റെഗുലർലി എന്നാണ്. അതായത് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന 3500 പേരുണ്ട്. അതുപോലെ തന്നെ 1500 പേര് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ദിസ് സ്റ്റേഷൻ ചർച്ച് ഗേറ്റ് ഈസ് ഓൺ ദി വെസ്റ്റേൺ റെയിൽവേ. അപ്പോൾ അവർ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച് ഗേറ്റ് അഥവാ വെസ്റ്റേൺ റെയിൽവേയിലാണ്. അവിടെ 3500 പേരുണ്ട്.
അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ 1500 പേരുണ്ട്. വി ഹാവ് 2 lakh കസ്റ്റമേഴ്സ് ആൻഡ് ദേ ആർ ഗ്രോവിങ്. അവർക്ക് ദിവസവും 2 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനിയും വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം 2 ലക്ഷം പേർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം എത്തിക്കുക, അല്ലെങ്കിൽ ഏത് സമയത്തും ഭക്ഷണം എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിന് വളരെ വലിയൊരു ദൗത്യം, അല്ലെങ്കിൽ വളരെയധികം വലിയൊരു എഫോർട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. റിയലി ഇൻ സ്പൈറ്റ് ഓഫ് ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ്. അപ്പോൾ ഇവർ തിരിച്ചു ചോദിച്ചു, ഇത് സത്യമാണോ? ഇത്രയേറെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഈ കാലത്തിലും ഈ ഹോം മെയ്ഡ് മീൽ കഴിക്കാൻ ആളുണ്ടോ? യു കാൺ ലീവ് ഓൺ ഫാസ്റ്റ് ഫുഡ്. അപ്പോൾ അവർ പറയുകയാണ്, ഫാസ്റ്റ് ഫുഡ് വെച്ച് നമുക്ക് എപ്പോഴും ജീവിക്കാൻ കഴിയും. വാട്ട് ടൈം ഡു യു പിക്ക് അപ്പ് ദ ഫുഡ്? ഏത് സമയത്താണ് നിങ്ങൾ ഫുഡ് പിക്ക് ചെയ്യാന്ന് ചോദിച്ചു. ദ ഏർലിയസ്റ്റ് ഈസ് അറ്റ് 8 in the morning. If it is not ready, we leave, but we give that customer one more chance. രാവിലെ ഏറ്റവും ആദ്യം ഞങ്ങൾ ഫുഡ് എടുക്കുന്നത് 8 മണിക്കാണ്. അത് റെഡിയായില്ലെങ്കിൽ ഞങ്ങൾ അവരെ ഉപേക്ഷിക്കും, പക്ഷെ ഞങ്ങൾ ആ കസ്റ്റമറിന് ഒരു ചാൻസും കൂടി കൊടുക്കും. അതായത് ഈ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടല്ല വരുന്നത്. അവർ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കി വെക്കുന്ന ഫുഡ് അവിടെ പോയി എടുത്ത് ആവശ്യമുള്ളിടത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതവർ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടി. അപ്പോൾ ഇവരെടുക്കാൻ ചെല്ലുമ്പോൾ ഫുഡ് റെഡി ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരു ചാൻസും കൂടി കൊടുക്കും. എപ്പോഴും അവർ പങ്ക്ച്വലായിട്ട് വേണം ചെയ്യാൻ, പക്ഷെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചാൻസും കൂടി കൊടുക്കും എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ടൈം ഇറ്റ് ഈസ് ഡിലൈഡ്. ഡിലൈഡ് എന്ന് പറഞ്ഞാൽ വൈകുക, താമസിക്കുക. വി റിമൂവ് ദം ഫ്രം അവർ ലിസ്റ്റ്. പിന്നെയും അവർ ഭക്ഷണം സമയത്തിന് തന്നില്ലെങ്കിൽ ഞങ്ങൾ അവരെ ഒഴിവാക്കും. വി ഡെലിവർ ടു ദി ഓഫീസ് ബൈ 1 PM ഷാർപ്പ്. ഞങ്ങൾ ഓഫീസിൽ കൃത്യം 1 മണിക്ക് കൊണ്ട് കൊടുക്കും. ഓർ ഏർലിയർ, അല്ലെങ്കിൽ അതിന് മുൻപേ എത്തിക്കും. വി കളക്ട് ബൈ 2 PM. എന്നിട്ട് 2 മണിയാവുമ്പോൾ കളക്ട് ചെയ്യാൻ തുടങ്ങും. ഇഫ് ലേറ്റ് വി ലീവ്. അഗെയിൻ ഓൺലി വൺ മോർ ചാൻസ്. വി ഡെലിവർ empty ടിഫിൻ ബോക്സസ് ടു കസ്റ്റമേഴ്സ് ബൈ 5:30 in the evening. എന്നിട്ട് എംറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശൂന്യമായ, അതായത് കഴിച്ചതിനു ശേഷം ഓഫീസിൽ നിന്ന് ഈ പാത്രങ്ങളെല്ലാം തിരികെ അവർ 5:30 ആവുമ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ വീണ്ടും എത്തിക്കും. വി ചാർജ് അബൌട്ട് 500 rupees പെർ കസ്റ്റമർ എവറി മന്ത്. എല്ലാ മാസവും 500 രൂപ അവർക്ക് ഈടാക്കുന്നു. അനദർ മെമ്പർ ചിംഡ് ഇൻ. ചിംഡ് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ചെയ്യുക, സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുക. ഐ കളക്ട് ടിഫിൻ ക്യാരിയേഴ്സ് ഫ്രം 20 flats in അന്തേരി ദറ്റ് ഈസ് സോ ഫാർ അവേ. അപ്പോൾ ഇടയ്ക്ക് കയറി ഒരാൾ ഈ ടിഫിൻ ലഞ്ച് ബോക്സ് ക്യാരിയർ പറഞ്ഞു, ഐ കളക്ട് ടിഫിൻ ക്യാരിയേഴ്സ് ഫ്രം 20 flats in അന്തേരി. അന്തേരി ബോംബെയിലെ ഒരു സ്ഥലമാണ്. അവിടുത്തെ 20 ഫ്ലാറ്റുകളിൽ നിന്ന് ഞാൻ പാത്രങ്ങൾ കളക്ട് ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹൗ മെനി ഫിറ്റ് ഇൻ ടു എ ട്രേ? അപ്പോൾ ഇവർ തിരിച്ചു ചോദിച്ചു, എത്ര പാത്രങ്ങൾ ഒരു ട്രേയിൽ കൊള്ളും? 40 to 45. എ ലാഡൻ ട്രേ വെയ്സ് 85 to 100 kilos. ലാഡൻ ട്രേ എന്ന് പറയുന്ന ഹോൾഡിംഗ് ആണ്, അതായത് ആ പിടിച്ചുകൊണ്ട് പോകുന്ന ട്രേ, അതായത് പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ആ ഒരു ട്രേ. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 85 മുതൽ 100 കിലോ വരെയാണ്. ആൻഡ് ദർ ആർ 5 ചേഞ്ചിങ് പോയിന്റ്സ് വെയർ വി ഓഫ്ലോഡ് ദി ട്രേസ് ഫ്രം ദ ട്രെയിൻ. അതുപോലെ ഈ ട്രെയിലെ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാൻ ഞങ്ങൾക്ക് 5 പോയിന്റുകളുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ ഈ സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യും. ചേഞ്ച് ദം ഇൻ ടു അതർ ട്രേസ് ആൻഡ് ദെൻ ചേഞ്ച് ദം അഗെയിൻ. ഇറ്റ് ഹാസ് ഓൾ ടു ബി ഡൺ വെരി ഫാസ്റ്റ്, വെരി ആക്യുറേറ്റ്ലി. ഈ പാത്രങ്ങളൊക്കെ ട്രേയിൽ മാറ്റി മാറ്റി വയ്ക്കുന്നത് ഞങ്ങൾ വളരെ ധൃതിയിലാണ്, അതുപോലെ വളരെ കൃത്യതയോടെയുമാണ്. ആക്യുറേറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടെയാണ്. ഹൗ ഡു യു നോ വിച്ച് ടിഫിൻ ക്യാരിയർ ഗോസ് ഇൻ ടു വിച്ച് ട്രേ? അപ്പം ഇവർ തിരിച്ചു ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക ഈ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റുമ്പോൾ ഏത് ടിഫിൻ ക്യാരിയർ ഏത് ട്രേയിലേക്കാണ് പോയതെന്ന്? വി ഹാവ് ആൽഫ ന്യൂമറിക്കൽ മാർക്കിംഗ് ഓൺ എവറി ടിഫിൻ ക്യാരിയർ ഇൻഡിക്കേറ്റിംഗ് ദ ലൊക്കേഷൻ ഓഫ് ദി ഫ്ലാറ്റ്, ദ ചേഞ്ചിങ് പോയിന്റ്സ്, ദ ഡെലിവറി പോയിന്റ്സ്, ദ ഡാബാവാലാസ് ഇൻവോൾവ്ഡ്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആൽഫ ന്യൂമറിക്
ന്യൂമറിക്കൽ മാർക്കിംഗ് ഉണ്ട്. അതായത് വലിയ പുതിയ രീതിയിലുള്ള കോഡ് സിസ്റ്റമൊക്കെ ഉണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ബാർകോഡ് കാണാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള സിസ്റ്റംസ് ഒക്കെ ഇവർക്കുമുണ്ട്. ഇവർ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സൂചിപ്പിച്ചിരിക്കും ഇത് ഏത് കസ്റ്റമർക്കുള്ളതാണ്, ഏത് ഫ്ലാറ്റിലേക്കുള്ളതാണ് എന്നൊക്കെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കും. ഹൂ വർക്ക്ഡ് ഔട്ട് ദിസ് സിസ്റ്റം ഫോർ യു? അപ്പം ആരാണിതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യുന്നത്? വി ഡിഡ്. ക്യാൻ യുവർ MBS ഡു ഇറ്റ്? നെവർ. ഇൻ ഫാക്ട് ദേ ഹാവ് ഓഫൺ ആസ്ക്ഡ് us to explain it to them. ഈവൻ പ്രിൻസ് ചാൾസ് ഡിഡ്. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ തന്നെ. നിങ്ങളുടെ MBAക്കാർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഈ പത്രക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ റൈറ്റേഴ്സിനോട് പറയുകയാണ്. ക്യാൻ യുവർ MBS ഡു ഇറ്റ്? നിങ്ങളുടെ MBAക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇൻ ഫാക്ട് ദേ ഹാവ് ഓഫൺ ആസ്ക്ഡ് us to explain to them it to them. അപ്പോൾ ഞങ്ങളോട് MBAക്കാരൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഞങ്ങളിതെങ്ങനെ ചെയ്യുന്നുവെന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. ഈവൻ പ്രിൻസ് ചാൾസ് ഡിഡ്. അതായത് ഇംഗ്ലണ്ടിലെ രാജാവായ പ്രിൻസ് രാജകുമാരൻ പോലും ഞങ്ങളോട് ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. വി സെൻഡ് ഹിം എ പ്രസൻറ്റ് ഫോർ ഹിസ് വെഡിങ്. അദ്ദേഹത്തിൻ്റെ മാരേജിന്, കല്യാണത്തിന് ഞങ്ങളൊരു സമ്മാനം അയച്ചിരുന്നു. ആൻഡ് വി ഹാവ് എ ലെറ്റർ ഫ്രം ഹിം ടു പ്രൂവ് ഇറ്റ്. അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ലെറ്ററും കിട്ടി. അവർ സിസ്റ്റം ഈസ് ഫ്ലോലെസ്. ഞങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു തടസ്സവും ഇല്ലാത്തതാണ്. ഹൗ ഓൾഡ് ഈസ് ദ ഓൾഡസ്റ്റ് ഡാബാവാല? ഇവർ ചോദിച്ചു ഏറ്റവും പ്രായമായ ഡബാവാല ആരാണ്? ധാരാളം വർക്കേഴ്സ് ഉണ്ട്, അതിൽ ഏറ്റവും പ്രായമായ ആള്. ദാറ്റ് ഈസ് ബിക്കാജി. ഹീ ഈസ് 74 years old and he has been working for 50 years. The youngest is 21. അപ്പോൾ പറഞ്ഞു ഏറ്റവും ആയ ആള് 74, അതായത് 74 വയസ്സുള്ള ബിക്കാജിയാണ്. അദ്ദേഹം കഴിഞ്ഞ 50 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾക്ക് 21 വയസ്സാണുള്ളത്. We watched, fascinated, as the trays arrived and were sorted out into hand-drawn carts, cycles, and even festooned like multiple garlands around the necks and shoulders of delivery dabawalas. We watched, ഞങ്ങൾ നോക്കി നിന്നു. Fascinated, ഞങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെട്ടു. As the trays arrived and were sorted into hand-drawn കാർഡ്സ്. ട്രേകൾ ഇങ്ങനെ വരുന്നതും അത് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, തരംതിരിക്കുക. അപ്പം ഹാൻഡ് ഡ്രോൺ കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഉന്തുവണ്ടിയില്ലേ, തള്ളിക്കൊണ്ട് പോകുന്ന, ഹാൻഡ് കൊണ്ട് ഉന്തിക്കൊണ്ട് പോകുന്ന അങ്ങനെയുള്ള ചില വാഹനങ്ങളിലേക്ക് കയറ്റി. ചില പാത്രങ്ങൾ സൈക്കിളിലേക്ക്. ആൻഡ് ഈവൻ ഫെസ്റ്റൂൺഡ്. ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക. ഫെസ്റ്റൂൺഡ് ലൈക്ക് മൾട്ടിപ്പിൾ ഗാർലാൻഡ്സ്. ഗാർലാൻഡ്സ് എന്ന് പറഞ്ഞാൽ മാലകൾ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാലകൾ കഴുത്തിൽ തൂക്കിക്കൊണ്ടുപോകുന്നത് പോലെ ചില ഡെലിവറി ഡാബാവാലാസ് ഈ പാത്രങ്ങളൊക്കെ കഴുത്തിൽ അണിയിച്ചു. We learned that all dabawalas are put through rigorous training because they have to deal courteously with the customers and so cannot be uncouth or drunk. We learned that, ഞങ്ങൾക്ക് മനസ്സിലായി, ഡാബാവാലാസ് ആർ പുട്ട് ത്രൂ റിഗറസ്. റിഗറസ് എന്ന് പറഞ്ഞാൽ കഠിനമായ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് കസ്റ്റമേഴ്സിനെ വളരെ വിനയത്തോടുകൂടി പെരുമാറേണ്ടതുണ്ട്. കസ്റ്റമറുകൾ വളരെ വിനയത്തോട്, കോർട്ടിയസ്ലി എന്ന് പറഞ്ഞാൽ വളരെ വിനയത്തോടെ പെരുമാറേണ്ടതുണ്ട്. സോ കനോട്ട് ബി അൺകൗത്ത്. അൺകൗത്ത് എന്ന് പറഞ്ഞാൽ റൂഡ്, മോശമായ, അല്ലെങ്കിൽ ഡ്രങ്ക്. ഇപ്പോൾ കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ വളരെ മോശമായ പെരുമാറ്റമോ ഒന്നും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കഠിനമായ ട്രെയിനിങ്ങിൽ കൂടിയാണ് ഇവരെ ഈ ജോലിക്ക് എടുക്കുന്നത്. Moreover, if they forget to wear their distinguished white caps, they are initially fined for the first offense and then removed from the association if it should happen again. അതുപോലെ തന്നെ ഇവരുടെ ആ വൈറ്റ് ക്യാപ്സ് തലയിൽ ധരിക്കാൻ മറന്നുപോയെങ്കിൽ അവർക്ക് ആദ്യം ഒരു പണിഷ്മെൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഫൈൻ അടിക്കും. അതിനുശേഷം വീണ്ടും മറന്നുപോയാൽ അവർ ആ അസോസിയേഷനിൽ നിന്ന് തന്നെ അവരെ റിമൂവ് ചെയ്യും. അപ്പോൾ അത്രയേറെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലയാണ് ഈ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സ്. ദെൻ റൺ എ വെരി ടൈറ്റ്ലി കൺട്രോൾഡ് ഡിസിപ്ലിൻഡ് ഓർഗനൈസേഷൻ. ദേ റൺ എ വെരി ടൈറ്റ്ലി കൺട്രോൾഡ്, വളരെ നിയന്ത്രണങ്ങളുള്ള, ഡിസിപ്ലിൻഡ്, വളരെ അച്ചടക്കമുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇത്.
We left the Davawalas to get on with their schedules and walked across to the tea center for our own lunch. അപ്പോൾ ഞങ്ങൾ ഈ ഡാബാവാലാസിനോട് സംസാരമൊക്കെ കഴിഞ്ഞതിനു ശേഷം ടീ സെൻറ്ററിലേക്ക് ഞങ്ങളുടെ ലഞ്ചിനായി പോയി. ഇൻ ദി ലോബി നെക്സ്റ്റ് ടു ദി ലിഫ്റ്റ് വി നോട്ടീസ്ഡ് എ ഡാബ അണ്ടർ എ ഡ്രസ്സിൽ ടേബിൾ. ആ ഹോട്ടലിൻ്റെ ലോബിയിൽ ലിഫ്റ്റിനടുത്തായിട്ട് ഒരു ടേബിളിൻ്റെ അടിയിൽ ഒരു പാത്രം, ഡാബ എന്ന് പറഞ്ഞാൽ പാത്രമാണ്, ഒരു പാത്രം ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ട്രസിൽ ടേബിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ കാലുകളോട് കൂടിയ മേശയാണ്. The guard told us that it belonged to someone in the Textiles Export Promotion Council on an upper floor. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു, ഇത് ആരുടെയാണ് ഈ പാത്രം ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ബിലോങ് ടു സമ്മൺ ഇൻ ദി ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓഫീസ് മുകൾ ഭാഗത്തുണ്ട്, അപ്പർ ഫ്ലോറിലുണ്ട്, മുകളിലത്തെ നിലയിലുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. വി വെൻറ്റ് അപ്പ്, ഞങ്ങൾ മുകളിലേക്ക് പോയി. ആൻഡ് മെറ്റ് EL പോളോ, ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദി കൗൺസിൽ. അവിടെ പോയി ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ്റെ സെക്രട്ടറിയെ കണ്ടു. ഹി ലീവ്ഡ് ഇൻ ദി സബർബ്സ് ഓൺ മിറ റോഡ് ആൻഡ് ഹി ഹാഡ് ബീൻ ഡീലിംഗ് വിത്ത് ദി ഡാബാവാലാസ് ഫോർ 10 years. അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നയാളാണ്, അതിൻ്റെ സെക്രട്ടറിയും ഡയറക്ടറും ഒക്കെയാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഹി ടോൾഡ് us that they pick up his tiffin carrier at 8 every morning. എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ അത് ക്യാരി ചെയ്യുമെന്ന് പറഞ്ഞു. In all these 10 years, he said, they have never missed. ഒരിക്കൽ പോലും അവർ മറന്നുപോയിട്ടില്ല. It's a wonderful service, very reliable. അതൊരു അത്ഭുതകരമായ സർവീസാണ്. വെരി റിലയബിൾ. റിലയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. സച്ച് എ കമന്റ് ഫ്രം എ സീനിയർ എക്സിക്യൂട്ടീവ് who has to maintain international standards is indeed a great endorsement. Such a comment from senior executive. ഒരു കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് അത്തരമൊരു കമന്റ് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ആദരവാണ് ആർക്ക്? ഈ ലഞ്ച് ബോക്സ് ക്യാരിയേഴ്സിന്. This is particularly commendable when it is applied to a network as wide-ranging and as entirely grassroots generated as Mumbai's unique Dhabawalas. This is particularly commendable. ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. എന്ത്? when it is applied to a network as wide-ranging and as entirely grassroots generate as Mumbai's unique Dhabawalas. And if you want another endorsement, ask Prince Charles. അപ്പം ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൽ നിന്ന് കിട്ടിയ ഈ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വളരെയധികം ആദരവോട് കൂടിയുള്ളതാണ്. അതെന്ന് പറയുന്നത് മുംബൈയിൽ ഗ്രാസ് റൂട്ട്സ് എന്ന് പറയുന്നത് മുംബൈയിൽ ആരംഭിച്ച ഒരു ശൃംഖലയാണിത്. അപ്പം അത് മുംബൈയുടെ മാത്രം യുണീക്കായിട്ടുള്ള പ്രത്യേകതയായിട്ടുള്ള ഈ ദാബാവാലാസിനുള്ള ഒരു ആദരവാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്കുകൾ. ആൻഡ് ഇഫ് യു വാണ്ട് അനദർ എൻഡോഴ്സ്മെൻറ്റ്, നിങ്ങൾക്ക് ഇനി മറ്റൊരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആദരവ് മറ്റൊരു പ്രശസ്ത വ്യക്തിയിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാൾസ് രാജാവിനോട് ചോദിക്കൂ. ലോകത്ത് തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ചാൾസ് രാജകുമാരൻ. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നിങ്ങൾക്ക് ഈ ഡാബാവാലാസിനെ പറ്റി ചോദിക്കാമെന്നാണ് നമ്മുടെ ഓതേഴ്സ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.